ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പാരമീൻ ഉണ്ടല്ലോ, അത് ഞാൻ ചെറിയ സ്ലൈസായി കട്ട് ചെയ്തത് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വറ്റിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം മീനിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയുള്ളി, കരിവേപ്പ്, പിന്നെ മസാലപ്പൊടികൾ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. തീ കത്തിച്ചിട്ടില്ല. കത്തിക്കുന്നത് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട ശേഷമാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ആവശ്യത്തിന് കരിവേപ്പ്, കുറച്ച് മല്ലിപ്പൊടി ഓവർ ആവരുത്. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇതിൽ ചെറിയുള്ളി വേണേ, അതാണ് ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നായിട്ട് മിക്സാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾ മസാല സെറ്റാക്കി. ഇനി തീ ഓണാക്കാം. എന്നിട്ട് നമ്മൾ വളരെ കുറച്ച് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ആ വെള്ളത്തിലാണ് അത് വറ്റി വരേണ്ടത്. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ പച്ച മണമൊക്കെ പോയി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത മീനുണ്ടല്ലോ, ഏത് മീനായിക്കോട്ടെ, മത്തി, അയില, മാന്തൾ, ഏതോ നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഒന്നായിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മസാലകൾ എന്ത് ചെയ്യുക, ഈ മീനിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും നന്നായിട്ട് വേവിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാരണം ആ മസാലയുടെ ഫ്ലേവറും പുളിയുടെ ടേസ്റ്റും ചെറിയുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ഇതിന് മീനൊരു അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കി നോക്കുക കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം മസാല അതിൻ്റെ മീനിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ കവർ ചെയ്ത് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു സൈഡ് വെന്ത ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൻ്റെ മുകളിൽ മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കുകയാണേ. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ കേട്ടോ. തീ കൂടരുത്. തീ കൂടിയാൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും. പിന്നെ നമുക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കഴിഞ്ഞ് ഏകദേശം 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഫുള്ള് കവർ ചെയ്ത് മൂടി വയ്ക്കൊന്നും വേണ്ട കേട്ടോ. മൂടി വയ്ക്കാതെ തന്നെ നമുക്കിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ആ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മീനിനെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ആ മീനിൻ്റെ നെയ്യൊക്കെ നല്ല ആ മസാലയിൽ പിടിച്ചിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്.